മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൈബർ യുഗത്തിലേക്ക് അള്ളാഹുവിനാൽ നിയുക്തനായിട്ടുള്ള ദാഴി. സൈബർ യുഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ള ദാഴി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റബീഉൽ അവ്വൽ മാസമാണ്. നബിതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സന്ദർഭവുമാണ് ഇത്. ഏത് സന്ദർഭത്തിലും ചർച്ചയാക്കപ്പെടേണ്ട വിഷയം അതുതന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന വിഷയം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 കൊല്ലങ്ങളായി ഈ റബീഉൽ അവ്വലിലും പുതിയ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് നബിയെക്കുറിച്ച്. ഈ റബീഉൽ അവ്വലിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പുതിയ സിഡികൾ വന്നിട്ടുണ്ട്, പുതിയ യൂട്യൂബുകൾ വന്നിട്ടുണ്ട്, പുതിയ ക്ലിപ്പിങ്ങുകൾ വന്നിട്ടുണ്ട്. വളരെ പുതുമയാർന്ന ഒരുപാട് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പഠിച്ചാലും മതിയാവാത്ത ഒരു വിഷയം അതായതുകൊണ്ട് ദഅവത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട മാധ്യമവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു വിഷയം ദഅവത്തായി മാറുന്നത് അത് നബിതങ്ങളിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ്. കാരണം സമ്പൂർണനായ മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമേ ഉള്ളൂ. അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ. ബാക്കി ആരിലേക്ക് ഒരു വിഷയത്തെ നമ്മൾ ബന്ധിപ്പിച്ചാലും അതിന് നുക്സാനിയത്തുണ്ടായിരിക്കും, ചുരുക്കമുണ്ടായിരിക്കും. ഒരാൾക്ക് നമ്മൾ 1000 റുപ്യ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 2000 രൂപ കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിലിങ്ങനെ കരുതിയത് ആജിർ ഭയങ്കര സംഭവമാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നാണെങ്കിൽ ഒരു സംഭവം ആവാൻ പോകണില്ല. കാരണം ആജിർ നാഖിസായ മനുഷ്യനാണ്, കാമിലായ മനുഷ്യൻ മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് ആളുകൾ അറിയട്ടെ എന്ന് വിചാരിച്ചാൽ ദഅവത്താവും. ദഅവത്താവാൻ അത്രേ പണിയുള്ളൂ. ഒരു അമലിനെ നബിതങ്ങളിലേക്ക് ബന്ധിപ്പിച്ചു കൊടുത്താൽ ഇബാദത്തായി, ദഅവത്തായി. സുന്നത്തായ അമലുകൾ അതിലേറ്റവും പ്രധാനമാണ്. ഫർളായ അമലുകളേക്കാൾ ദഅവത്തിൽ പ്രധാനപ്പെട്ടത് സുന്നത്തായ അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബിതങ്ങൾ പറഞ്ഞ ഒരു ഖുദ്സിയായ ഹദീസ് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഫർളായ അമലുകൾക്ക് ശേഷം സുന്നത്തായ അമലുകൾ കൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കും. അങ്ങനെ അവൻ കാണുന്ന കണ്ണും അവൻ കേൾക്കുന്ന കാതും അവൻ നടക്കുന്ന കാലും അവൻ തൊടുന്ന കൈയും ഞാനായിത്തീരുമെന്ന്. അള്ളാഹുവിൻ്റെ കൈ കൊണ്ടൊരാൾക്ക് ബട്ടണമർത്താൻ കഴിയണമെങ്കിൽ, അള്ളാഹുവിൻ്റെ നാവ് കൊണ്ടൊരാൾക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ, അള്ളാഹുവിൻ്റെ കണ്ണുകൊണ്ട് ഒരാളിലേക്ക് നോക്കാൻ കഴിയണമെങ്കിൽ, നോട്ടം വലിയൊരു ദഅവത്താണ്. നോട്ടം വലിയൊരു ദഅവത്താണ്. അല്ലെങ്കിൽ നോട്ടമാണ് ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറയാം. നോട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഒരാളെ നമ്മളൊരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നതും ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നതും ഒരുപോലെയാണ് എന്നാ. അതുകൊണ്ടാണ് പ്രസവിക്കപ്പെട്ട കുട്ടിയെ ആദ്യമായി ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ കാരണം. കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് അവന്റെ ഉമ്മയാണ്. കാരണം അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് ഹബീബുനാ റസൂലുള്ളാഹി, ഉമ്മാന്റെ കാലിന്റെ ഒട്ടിലാണ് സ്വർഗം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് അവന്റെ ഉമ്മയാണ്. അതുകൊണ്ടൊരു കുട്ടി ജനിച്ചു വന്ന ഉടനെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കും. സ്വാഭാവികമായും കുട്ടിയെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ മനുഷ്യരെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. കുട്ടികൾ മനുഷ്യരെ പെട്ടെന്ന് നോക്കൂല, കുറെ കാലം കഴിഞ്ഞിട്ട് നോക്കുള്ളൂ. ജനിച്ചു വന്ന ഉടനെ കുട്ടി വെള്ള വസ്ത്രം കണ്ടാൽ നോക്കും, വെളുപ്പിലേക്ക് നോക്കും, പിന്നെ ലൈറ്റിലേക്ക് നോക്കും. അങ്ങനെയാണ് കുട്ടികളുടെ സ്വഭാവം. അത് മാലാഖമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ആ നോട്ടം. അപ്പോ പ്രസവിക്കപ്പെട്ട ഉടനെ ഉമ്മാക്ക് കാണിച്ചു കൊടുത്താല് കുട്ടി ഉമ്മയെ നോക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അത് വേണ്ട, ഉമ്മ ഇങ്ങോട്ട് കണ്ടാലും മതി. ഒരു സ്വാലിഹായ മനുഷ്യനെ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും
ഹൈദരലി ശിഹാബ് തങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കാണുന്നതും ഒരുപോലെയാണ്. ഇങ്ങോട്ട് നോക്കണമെന്നില്ല, നോക്കണോടത്ത് നമ്മൾ ഉണ്ടായാലും മതി, നോട്ടത്തിൽ പെട്ടാൽ മതി. നമ്മളെ നോക്കണമെന്നില്ല, എവിടേക്കോ നോക്കിയപ്പോൾ അവിടെ നമ്മളുണ്ടായത്, അങ്ങനെ ആയാലും മതി. നോട്ടത്തിന് അത്രയും വലിയ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദഅവത്തിന്റെ ഒന്നാം മാധ്യമം നോട്ടം തന്നെയാണ്. കണ്ണാണ് ഏറ്റവും പ്രധാനം. അപ്പൊ കണ്ണില്ലാത്ത ആളോ? കണ്ണില്ലാത്ത ആളെ ദഅവത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ബസീറത്തിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, അകങ്കാഴ്ചയെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. കണ്ണുകൊണ്ടുള്ള കാഴ്ചയേക്കാൾ പ്രധാനപ്പെട്ടതാണ് കൽബ് കൊണ്ടുള്ള കാഴ്ച. ശരിക്ക് കൽബ് കൊണ്ട് കാണണമെങ്കിൽ കണ്ണ് അടയണം എന്നാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ തന്റെ കീമിയയിൽ പറയുന്നുണ്ട്, ഒരാളുടെ കൽബ്, ഒരാളുടെ ഹൃദയം, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തിളങ്ങുന്ന ഒരു മുത്തിനെ നിക്ഷേപിച്ചു വെച്ചത് ആഴമുള്ള ഒരു കിണറിനോട് നമുക്ക് ഉപമിക്കാം എന്ന്. നല്ല ആഴമുള്ള ഒരു കിണർ, ആ കിണറിന്റെ അടിയിൽ നല്ല തിളങ്ങുന്ന ഒരു മുത്തുണ്ട്. ഈ കിണറിൽ തെളിവെള്ളം നിൽക്കുന്ന കാലത്തോളം അതിൻ്റെ അടിയിൽ നിന്ന് ആ മുത്ത് ആർക്കും കാണാം. പക്ഷെ എന്ത് സംഭവിച്ചു? ചളിവെള്ളം വരുന്ന 5 കൈത്തോടുകൾ ആ കിണറിലേക്ക് തിരിച്ചുവിട്ടു. 5 കൈത്തോടുകൾ ആ കിണറിലേക്ക് തിരിച്ചുവിട്ടു. ആ 5ലൂടെ വന്നതും ചളിവെള്ളമാണ്. ചളിവെള്ളം വന്ന് കൈത്തോടിലൂടെ വന്ന് അതിങ്ങനെ കിണറിലേക്ക് ചാടിയത് കാരണത്താൽ കിണറിലെ വെള്ളം കലങ്ങിയപ്പോ കാണാതെയായി. ഇനി എപ്പോഴാ കാണുക? ആദ്യം ഈ വെള്ളം നിർത്തണം. കലങ്ങിയ വെള്ളം നിർത്തിയാൽ കിണറിലുള്ള വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് തെളിയും. ഇത് ചാടുന്ന കാലത്തോളം തെളിയില്ല. എപ്പോഴാ ചാടൽ നിൽക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്തളിടൊന്നും വേണ്ട. ഇത്തളിടുന്നത് സ്പീഡാക്കാനാണ്. ഇത്തലിട്ട് കൊടുക്കുന്നത് സ്പീഡാക്കാനാണ്. സ്പീഡാക്കണം എന്നില്ല, സാവകാശമാണെങ്കിലും അത് തെളിഞ്ഞുകൊള്ളും. ചാട്ടം നിൽക്കണം എന്ന് മാത്രം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ചാട്ടം നിർത്താൻ നമുക്ക് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പുറത്തെ കണ്ണ് അടയുമ്പോഴാണ് അകത്തെ കണ്ണ് തുറക്കുന്നത്. ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം അകത്തെ കണ്ണാണ്. നമുക്ക് അകത്തെ കണ്ണ് തുറക്കാത്തതുകൊണ്ട് പുറത്തെ കണ്ണെങ്കിലും ഉപയോഗിക്കാൻ പറ്റണം. പുറത്തെ കണ്ണ് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ കണ്ണുകൊണ്ടുള്ള സുന്നത്തുകൾ പാലിക്കണം. അപ്പോഴാണ് ഒരാൾക്ക് കണ്ണുകൊണ്ട് ദഅവത്ത് ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ കണ്ണിനെ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ കണ്ണുകൊണ്ടുള്ള സുന്നത്ത് പാലിക്കുന്നതായിരിക്കണം. എന്താ കണ്ണുകൊണ്ടുള്ള സുന്നത്ത്? കണ്ണുകൊണ്ടുള്ള സുന്നത്ത് ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. ഖുർആനിലേക്ക് വെറുതെ നോക്കിയാലും കൂലിയാണ്. യാസീൻ സൂറത്ത് നമുക്ക് കാണാതെ അറിയും, കണ്ടിട്ടും അറിയും. എന്നാൽ തോനെ കൂലിയുള്ളത് കാണാതെ ഓതുന്നതിനല്ല. മുസാഫിക്ക് ഇങ്ങനെ നോക്കി ഓതുമ്പോൾ 2 കൂലിയാണ്. ഒന്ന് യാസീൻ ഓതിയ കൂലിയും കിട്ടും, രണ്ടാമത് ഖുർആനിക്ക് നോക്കിയ കൂലിയും കിട്ടും. കഅബയിലേക്ക് ഇങ്ങനെ നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ്. ഉമ്മയുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരിക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ്. പള്ളിയിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ്. ഗുരുനാഥനിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ്. സയ്യിദന്മാരിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ്. അള്ളാഹുവിന്റെ ജമാലിയത്തിനെ ആസ്വദിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഭംഗിയുള്ളതിലേക്ക് നോക്കൽ കണ്ണിന്റെ സുന്നത്താണ്. അങ്ങനെ കണ്ണിന് ഒരുപാട് സുന്നത്തുകളുണ്ട്. അപ്പൊ കണ്ണിന്റെ സുന്നത്തുകൾ പാലിക്കുന്നവൻ കണ്ണുകൊണ്ട് ദഅവത്ത് നടത്താൻ കഴിയും. കയ്യിന്റെ സുന്നത്തുണ്ട്. കയ്യിന്റെ സുന്നത്ത് എന്താ? കയ്യിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഉപയോഗപ്പെടുത്തുക. കാലിന്റെ സുന്നത്തും അങ്ങനെ തന്നെയാണ്. കൽബിന്റെ സുന്നത്തുണ്ട്. എന്താ കൽബിന്റെ സുന്നത്ത്? ദിക്റുൽ മൗത്താണ്. ലികുല്ലി ശൈഇൻ ഖൽബുൻ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിന്റെ ഹൃദയം സൂറത്തു യാസീനാണെന്നാണ്. സൂറത്തു യാസീനിലെ ചർച്ചാ വിഷയം മൗത്താണ്. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിയാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം.
സൂറത്തു യാസീനിന്റെ പ്രമേയം എന്ന് പറയുന്നത് ദിക്റുൽ മൗത്താണ്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മരണത്തെ ഓർക്കലിന് അധികരിപ്പിക്കണമെന്ന് പറഞ്ഞു. ശരിക്കും മൃഗങ്ങളുടെ ഇബാദത്ത് ദിക്റുൽ മൗത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങൾ എപ്പോഴും അവർ ചെയ്യുന്ന പ്രധാന ഇബാദത്ത് ദിക്റുൽ മൗത്താണ്. അതുകൊണ്ട് കോഴിയെ അറുക്കുന്നവൻ ഞാൻ മരിക്കുമല്ലോ എന്നാലോചിക്കണം. അപ്പോഴാണ് താൻ അറുത്ത് കളയുന്ന ജീവിയുടെ ഇബാദത്ത് അവൻ ഏറ്റെടുത്തവനാവുകയുള്ളൂ. മരം മുറിക്കുന്നവൻ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലണമെന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. കാരണം മരം 24 മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന വസ്തുവാണ്. മരത്തിനോട് അല്ലാഹു തആല 24 മണിക്കൂർ തസ്ബീഹ് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മനുഷ്യനോട് 24 മണിക്കൂർ കൽപ്പനയില്ല. പിന്നെന്താ കൽപ്പന? വദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ അധികരിച്ചു ചൊല്ലുക എന്നാണ്. അധികരിച്ച് ചെല്ലുക എന്ന് പറഞ്ഞാൽ 50% കൂടുതൽ, അഥവാ 12 മണിക്കൂറിൽ കൂടുതൽ. 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചെല്ലുന്നവനാണ് മരം മുറിക്കാൻ അവകാശമുള്ളത്. നാവിന്റെ സുന്നത്ത് പാലിക്കുന്ന ആൾക്കേ നാവ് കൊണ്ട് ദഅവത്ത് നടത്താൻ പറ്റുള്ളൂ. ഇഫ്ളി ലിസാനക അയ്യുഹൽ മഗ്റൂറു ലാ യൽദന്നക അന്നാസുബാനു. മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. അതൊരു പാമ്പാണ്, അത് നിന്നെ കടിക്കാതിരിക്കട്ടെ. നാവ് എന്ന പാമ്പ് കടിച്ച് മരണപ്പെട്ട എത്രയോ ആളുകൾ ഖബറിൽ കിടക്കുന്നുണ്ടെന്ന് നീ ആലോചിക്കണം. ഒരു മനുഷ്യനെ പിശാച് സ്വാധീനിക്കുകയാണെങ്കിൽ ആദ്യം സ്വാധീനിക്കുക അവന്റെ നാവിനെയായിരിക്കുമെന്നാണ്. അവന്റെ ഇൽമ്, അവന്റെ വിജ്ഞാനം ന്യായം പറയാൻ മാത്രം ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തലാണ് നാവിന് പിശാച് സ്വാധീനിച്ചതിന്റെ ലക്ഷണം. ശൈത്താനെ സ്വാധീനിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദ്യമായി ചെയ്തത് അവന്റെ ഇൽമിനെ ന്യായം പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. എന്തായിരുന്നു ന്യായം? ഖലഖതനീ മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ. മണ്ണിനേക്കാൾ പ്രാധാന്യമുള്ള തീ കൊണ്ടല്ലേ എന്നെ പടച്ചത് എന്നതായിരുന്നു ന്യായം.